വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പോലീസ് പരിശോധന. ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഈ ഒരു റെയ്ഡിന് സമാനമായ നടപടി തന്നെയാണ് പോലീസ് അവിടെ നടത്തിയത്. എന്തെങ്കിലും രേഖകൾ കണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നോ? പ്രധാനപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നേരത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? വിജയകുമാർ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ, കേണിച്ചിറയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത് പോലീസ് സംഘം. അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് NM വിജയന്റെ കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട കത്തിൽ പേരുകൾ ഉള്ള ആളുകൾ എന്ന നിലയിൽ പ്രതിപട്ടികയിലുണ്ട് IC ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ND അപ്പച്ചനും KK ഗോപിനാഥനും ഉൾപ്പെടെയുള്ളവർ. നേരത്തെ ഈ KK ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് രേഖകൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന്, ഈ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് രേഖകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. പക്ഷേ അത്തരത്തിൽ രേഖകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഉച്ചയോടെ 45 മിനിറ്റോളം പരിശോധന നീണ്ടു. പ്രത്യേകിച്ച് സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ആ പരിശോധനയിൽ അത്തരത്തിലുള്ള രേഖകൾ, അതായത് ഇതിൽ തെളിയിക്കാവുന്ന, കേസിൽ ബലം കിട്ടാവുന്ന തരത്തിലുള്ള തെളിവുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. നാളെ IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകും. സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കമുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടിയിലേക്ക് നാളെ കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. AR ക്യാമ്പിൽ വെച്ചാവും നാളത്തെയും ചോദ്യം ചെയ്യൽ നടക്കുക. നേരത്തെ ND അപ്പച്ചൻ, അതോടൊപ്പം തന്നെ KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റും സമാനമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് എല്ലാവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ NM വിജയന്റെ കത്തുമായി ബന്ധപ്പെട്ട്, ഈ കത്തിൽ വന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കത്തിലും ഒപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പിലും പേര് പരാമർശിക്കുന്നുണ്ട്. ആ പേര് പരാമർശിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും നാളെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുന്നത്. ആ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യം നിലവിലുണ്ട്. ആ മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും അറസ്റ്റ് മാത്രമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുന്ന നടപടിയാകും ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നതും. വിജയകുമാർ. ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പരിശോധന നടത്തിയത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായി ഇതുവരെ സൂചനകളില്ല. 2ാം ദിവസവും ചോദ്യം ചെയ്യൽ നടന്നു. നാളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നാളെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യത. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.